കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ്. രണ്ട് ഫങ്ഷൻസ് തന്നാൽ അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാ കാണുന്നതാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ രണ്ട് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാണ്. എഫ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു ബി. എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ് എഫ്. ജി ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ബി ടു സി. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് സിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മൂന്ന് സെറ്റ്സ് ഇല്ലേ, എ ബി സി. എ ബി ആൻഡ് സി. എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ് എഫ്. ബിയിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ് ജി. അങ്ങനെയാണെങ്കിൽ എഫിന്റെയും ജിന്റെയും കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് ജി, അതിനെ നമ്മൾ ജി ഒ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇതെങ്ങനെയാ വായിക്കുക? ജി കോമ്പോസിഷൻ എഫ്. Composition of F and G is denoted by G composition F. ഈ G composition F എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും G composition F. F എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ, G ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എഫിന്റെയും ജിന്റെയും കോമ്പോസിഷനെ നമ്മൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. അത് എവിടെ നിന്ന് എങ്ങോട്ടേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും? എയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഞാൻ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ചൂസ് ചെയ്തു. എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ അല്ലേ? അപ്പൊ ഈ എക്സിന് ഒരു ഇമേജ് ബിയിൽ ഉണ്ടാവും. അതെന്തായിരിക്കും? എക്സിന്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ബിയിൽ നിന്ന് സിയിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ് ജി. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന് സിയിൽ ഒരു ഇമേജ് ഉണ്ടാവും. അതെന്തായിരിക്കും? എഫ് ഓഫ് എക്സിന്റെ ഇമേജ് ആയിരിക്കും ജി ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ ജി കോമ്പോസിഷൻ എഫിനെ എങ്ങനെ എഴുതാം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഈ എക്സ് എന്ന് പറയുന്നത് എവിടെയുള്ള എലമെന്റ് ആണ്? എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ് ആണ്. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എ. ഇതാണ് രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ. കോമ്പോസിഷന്റെ ഡെഫിനിഷൻ നോക്കാം. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ആൻഡ് ജി ഫ്രം ബി ടു സി ബി ടു ഫംഗ്ഷൻസ്, then the composition of f and g denoted as the function g composition f. എഫിന്റെയും ജിന്റെയും കോമ്പോസിഷന് ജി കോമ്പോസിഷൻ എഫ് എന്ന് ഡിനോട്ട് ചെയ്യും. is a function, അത് എയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. is as the function g composition f from a to c given by g composition f of x equal to g of f of x. ഈ x എവിടെയുള്ള എലമെന്റ് ആണ്? for all x element of a. ഇതാണ് രണ്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻ. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ട് അതിന്റെ കോമ്പോസിഷൻ എങ്ങനെയാ കാണുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ജി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. f is a function from set 2 3 4 5 to 3 4 5 9. g എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് 3 4 5 9 ൽ നിന്ന് സെറ്റ് 7 11 15 ലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. f എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 3 4 5 ൽ നിന്ന് 3 4 5 9 ലേക്ക്. ഇത് f. g എന്ന് പറയുന്ന ഫംഗ്ഷൻ 3 4 5 9 ൽ നിന്ന് 7 11 15 ലേക്ക്. 7 11 15. നമ്മളോട് എന്താ ചോദിച്ചത്? ജി കോമ്പോസിഷൻ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ 2 3 4 5 ൽ നിന്ന് 7 11 15 ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 കാണണം, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 കാണണം, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 കാണണം, ജി കോമ്പോസിഷൻ എഫ് ഓഫ് 5 കാണണം. നമുക്കിവിടെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 3 ആണ്. 2 3 ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. എഫ് ഓഫ് 2 ഈക്വൽ ടു 3. അപ്പൊ 2ന്റെ ഇമേജ് എന്താണ്? 3 ആണ്. എഫ് ഓഫ് 3 4 ആണ്. 3 4ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. എഫ് ഓഫ് 4ഉം എഫ് ഓഫ് 5ഉം 5 ആണ്. അപ്പൊ 4ന്റെയും 5ന്റെയും ഇമേജ് എന്താണ്? 5 ആണ്. അതുപോലെ തന്നെ ജിയുടെ തന്നിട്ടുണ്ട്. ജി ഓഫ് 3ഉം ജി ഓഫ് 4ഉം 7 ആണ്. 3ഉം 4ഉം 7ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ജി ഓഫ് 5ഉം ജി ഓഫ് 9ഉം 11 ആണ്. 5ഉം 9ഉം 11ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 3 4 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 കാണാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിനെ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്?
കോമ്പോസിഷന്റെ ഡെഫിനിഷനിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഓഫ് ടുവിനെ എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് ടു എന്ന് എഴുതാം. ഈ ജി ഓഫ് എഫ് ഓഫ് ടുവിൽ എഫ് ഓഫ് ടുവിന്റെ വാല്യൂ നമുക്കറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എഫ് ഓഫ് ടു എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. അപ്പൊ എഫ് ഓഫ് ടുവിന് നമുക്ക് 3 എന്ന് കൊടുക്കാം. ജി ഓഫ് 3. ജി ഓഫ് 3യുടെ വാല്യൂ നമുക്കറിയാം. ജി ഓഫ് 3 ഈക്വൽ ടു 7 ആണ്. അപ്പം ജി ഓഫ് 3 ഈക്വൽ ടു 7. അപ്പൊ ഇവിടെ എന്താണ് കിട്ടിയത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഇതുപോലെ നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 കാണാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് 3. എഫ് ഓഫ് 3യുടെ വാല്യൂ എന്താണ്? എഫ് ഓഫ് 3 ഈക്വൽ ടു 4 ആണ്. ഈക്വൽ ടു ജി ഓഫ് 4. ജി ഓഫ് 4ന്റെ വാല്യൂ നമുക്കറിയാം. ജി ഓഫ് 4 ഈക്വൽ ടു 7 ആണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 ഈക്വൽ ടു 7 എന്ന് കിട്ടി. ഇനി നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4ഉം 5ഉം ആണ് കാണേണ്ടത്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 4. എഫ് ഓഫ് 4ന്റെ വാല്യൂ എന്താണ്? 5 ആണ്. ജി ഓഫ് 5 എന്ന് കിട്ടി. ജി ഓഫ് 5 എന്താണ്? 11 ആണ്. ജി ഓഫ് 5 ഈക്വൽ ടു 11. അപ്പൊ എന്താ കിട്ടിയത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 ഈക്വൽ ടു 11 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 5 കാണാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 5 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 5. എഫ് ഓഫ് 5ന്റെ വാല്യൂ എന്താണ്? എഫ് ഓഫ് 5 ഈക്വൽ ടു 5 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 5 5 ആണ്. അപ്പം ജി ഓഫ് 5 എന്താണ്? ജി ഓഫ് 5 ഈക്വൽ ടു 11 ആണ്. ഈക്വൽ ടു 11. അപ്പം ജി കോമ്പോസിഷൻ എഫ് ഓഫ് 5 ഈക്വൽ ടു 11 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി, 5 കിട്ടി. ഇതാണ് ഈ തന്നിരിക്കുന്ന എഫിന്റെയും ജിന്റെയും കോമ്പോസിഷൻ. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്കാണ് എഫ് ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ജി എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. ജി ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം ആർ ടു ആർ. റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് റിയൽ നമ്പേഴ്സിന്റെ സെറ്റിലേക്ക് തന്നെയാണ് ജിയോൺ ഡിഫൈൻ ചെയ്യുന്നത്. ജി ഓഫ് എക്സ് ഈക്വൽ ടു 3x². നമ്മളോട് എന്താ ഇവിടെ ചോദിച്ചത്? ജി കോമ്പോസിഷൻ എഫും കണ്ടുപിടിക്കണം, എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് രണ്ടും ഈക്വൽ അല്ലെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് എടുക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. അപ്പൊ ഈ എഫ് ഓഫ് എക്സിന് നമ്മൾ കോസ് എക്സ് എന്ന് കൊടുക്കും. ജി ഓഫ് കോസ് എക്സ് എന്ന് കിട്ടി. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 3x² ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് കോസ് എക്സ് എന്തായിരിക്കും? എക്സിന്റെ പ്ലേസിൽ കോസ് എക്സ് എന്ന് കൊടുക്കും. അപ്പൊ ഈക്വൽ ടു ജി ഓഫ് കോസ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിന് കോസ് എക്സ് കൊടുക്കും. 3 cos x സ്ക്വയർ. 3 cos x സ്ക്വയർ. cos x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? cos സ്ക്വയർ x ആണ്. അപ്പം g ഓഫ് f ഓഫ് x ഈക്വൽ ടു 3 cos സ്ക്വയർ x എന്ന് കിട്ടി. ഇതിനൊരു ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. f കോമ്പോസിഷൻ g ഓഫ് x നെ എങ്ങനെ എഴുതാം? f കോമ്പോസിഷൻ g ഓഫ് x ഈക്വൽ ടു f ഓഫ് g ഓഫ് x. g കോമ്പോസിഷൻ f ഓഫ് x നെ g ഓഫ് f ഓഫ് x എന്ന് എഴുതിയ പോലെ f കോമ്പോസിഷൻ g ഓഫ് x നെ f ഓഫ് g ഓഫ് x എന്ന് എഴുതാം. ഈക്വൽ ടു g ഓഫ് x എന്താണ്? 3x². അപ്പൊ f ഓഫ് 3x² എന്ന് കിട്ടി. f ഓഫ് x cos x ആണ്. അപ്പൊ ഇവിടെ f ഓഫ് 3x² എന്തായിരിക്കും? x ന്റെ പ്ലേസിൽ 3x² എന്ന് കൊടുക്കും. ഈക്വൽ ടു cos 3x². ഇതിനൊരു 2 എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് എന്തൊക്കെയാ കിട്ടിയത്? g കോമ്പോസിഷൻ f ഓഫ് x എന്ന് പറഞ്ഞാല് 3 cos സ്ക്വയർ x ആണ്. f കോമ്പോസിഷൻ g ഓഫ് x cos 3x² ആണ്. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമോ? ഈ x ന് 0 കൊടുത്തു നോക്ക്. cos 0 എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പൊ 3 cos സ്ക്വയർ x എന്ന് പറയുമ്പോൾ 3ഉം cos 3x² എന്ന് പറയുമ്പോൾ 1ഉം അല്ലേ കിട്ടുക? അതായത് g കോമ്പോസിഷൻ f ഓഫ് x ഉം f കോമ്പോസിഷൻ g ഓഫ് x എന്താണ്? ഈക്വൽ അല്ലെന്ന് കിട്ടി. 1 2 from 1 and 2 we get നമുക്ക് എന്താ കിട്ടിയത്? ഇത് രണ്ടും ഈക്വൽ അല്ല. g കോമ്പോസിഷൻ f നോട്ട് ഈക്വൽ ടു f കോമ്പോസിഷൻ g. ഇതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. f is a function from r minus set 7/5 to r minus set 3/5. g is a function from r minus set 3/5 to r minus set 7/5. ഇവിടുത്തെ f of x എന്താണ്? 3x plus 4/5x minus 7. ഇവിടെ
റിയൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്ന് ഈ 7/5 എന്ന് പറയുന്ന എലമെന്റിനെ നമ്മൾ ഒഴിവാക്കണം. ഇതെന്തിനാ ഒഴിവാക്കുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്താണ് 3x + 4/5x - 7 ആണ്. ഈ എക്സിന് 7/5 കൊടുത്താൽ എന്താവും? ഇവിടെ ഡിനോമിനേറ്റർ 5 × 7/5, 5ഉം 5ഉം ക്യാൻസൽ ആയിട്ട് 7 - 7 എന്ന് കിട്ടും. അപ്പൊ 7 - 7 എന്താണ്? 0 ആണ്. അപ്പൊ ഇവിടെ ഏത് ഫോമിലായിരിക്കും? ഡിനോമിനേറ്റർ 0 ആയിട്ടല്ലേ കിട്ടുക. ഈ ഒരു 7/5 ഇൻക്ലൂഡ് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താവും? നോട്ട് ഡിഫൈൻഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ r - set 7/5 എന്ന് എടുത്തത്. അതുപോലെ തന്നെ ഇവിടെ r - set 3/5 എടുത്തത്. g of x എന്ന് പറയുന്നത് 7x + 4/5x - 3 ആണ്. എക്സിന് 3 - 5 കൊടുക്കുമ്പോൾ ഇവിടെയുള്ള ഡിനോമിനേറ്റർ 0 ആവും. അപ്പൊ ആ ഒരു കേസ് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ r - set 3/5 എന്ന് എടുക്കുന്നത്. ഇവിടെ നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? എഫ് കോമ്പോസിഷൻ g = IA, അതായത് a എന്ന് പറയുന്ന സെറ്റിലുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻ. g കോമ്പോസിഷൻ f = IB, b യിലുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് തന്ന a എന്ന് പറയുന്ന സെറ്റ് a = r - set 3/5, b = r - set 7/5. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? എഫ് കോമ്പോസിഷൻ ജിയും കണ്ടുപിടിക്കണം, ജി കോമ്പോസിഷൻ എഫും കണ്ടുപിടിക്കണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് = 3x + 4/5x - 7 = g of 3x + 4/5x - 7. g of x എന്ന് പറഞ്ഞാൽ 7x + 4/5x - 3 ആണ്. അപ്പം g of 3x + 4/5x - 7 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെയുള്ള എക്സിന്റെ പ്ലേസിൽ 3x + 4/5x - 7 എന്ന് കൊടുക്കണം. = 7 × എക്സിന്റെ പ്ലേസിൽ 3x + 4/5x - 7, 7x + 4/5x - 3. എക്സിന്റെ പ്ലേസിൽ എന്താ കൊടുക്കേണ്ടത്? 3x + 4/5x - 7, 5 × 3x + 4/5x - 7 -3. 7നെ ഈ 3x + 4/5x - 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. = 21x + 28/5x - 7 + 4 divided by 5 × 3x + 4/5x - 7. 15. 5 × 3x + 4/5x - 7. 15x + 20/5x - 7 -3. ഈ ഒരു ഫോമിനെ ഷോർട്ട് ആക്കി എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 21x + 28 + 20x - 28 divided by 50x + 20 - 15x + 21. 28ഉം 28ഉം മൈനസ് ചെയ്തു. 21x + 20x 41x divided by 15x - 15x അത് പോയി. ഈ 20 + 21 = 41. അപ്പൊ 41x divided by 41 അതെന്തായിരിക്കും? x ആയിരിക്കും. ഈ x എവിടെയുള്ള എലമെന്റ് ആയിരിക്കും? b യിലുള്ള. b എന്ന് പറയുമ്പോൾ r - set 7/5 എലമെന്റ് ആയിരിക്കും ഈ x. അപ്പൊ ഇതിന് എന്ത് എഴുതാം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് = x എന്ന് കിട്ടി. അതെന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. IB, b യിലുള്ള ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. F composition G = F composition G of x = F of G of x. G of x ന്റെ വാല്യൂ എന്താണ്? 7x + 4/5x - 3 = F of 7x + 4/5x - 3. F of x എന്ന് പറഞ്ഞാൽ 3x + 4/5x - 7 ആണ്. x ന്റെ പ്ലേസിൽ നമുക്ക് 7x + 4/5x - 3 എന്ന് കൊടുക്കാം. = 3 × 7x + 4/5x - 3 + 4 divided by 5 × 7x + 4/5x - 3 -7. F composition G of x നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? 21x + 12 + 20x - 12 divided by 35x + 20 -
35x plus 21. 21x plus 20x 41x. 12 ഉം 12 ഉം ക്യാൻസൽ ആയി പോയി. 35x minus 35x അതെന്തായി 0 ആയി. ഇനി 20 plus 21 divided by 41 എന്ന് കിട്ടി. അപ്പൊ എന്താ കിട്ടിയത് 41x divided by 41. 41 ഉം 41 ഉം ക്യാൻസൽ ആവുമ്പോൾ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. എക്സ് എയിലുള്ള എലമെന്റ് ആണ്. അപ്പൊ ഇത് എന്തായിരിക്കും എയിലുള്ള ഒരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. എഫ് കോമ്പോസിഷൻ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഐഡന്റിറ്റി എലമെന്റ് എയിലുള്ള ഐഡന്റിറ്റി എലമെന്റ് ആണെന്ന് കിട്ടി. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. f is a function from a to b and g is a function from b to c. ഈ എഫും ജിയും 1 1 ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്? ജി കോമ്പോസിഷൻ എഫും 1 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എഫും ജിയും 1 1 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും 1 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്ന് സിയിലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഒരു ഫംഗ്ഷൻ 1 1 ആണോന്ന് എങ്ങനെയായിരുന്നു നോക്കിയത്? f of x1 equal to f of x2 implies x1 equal to x2 ആണെങ്കിൽ f എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 equal to ജി കോമ്പോസിഷൻ എഫ് ഓഫ് x2 implies x1 equal to x2 എന്ന് കിട്ടണം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് x1 നെ എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് x1 എന്ന് എഴുതാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് x2 എങ്ങനെ എഴുതാം? ജി ഓഫ് എഫ് ഓഫ് x2 എന്ന് എഴുതാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എഫും ജിയും 1 1 ആണ്. ഇവിടെ എന്താണ്? ജി ഓഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 എന്നാണ് കിട്ടിയത്. ജി 1 1 ആണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആയിരിക്കില്ലേ? ജി ഓഫ് എഫ് ഓഫ് x1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് x2 ഇംപ്ലൈസ് f of x1 equal to f of x2. f 1 1 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ f of x1 equal to f of x2 ആണെങ്കിൽ എങ്ങനെ എഴുതാം? f of x1 equal to f of x2 implies x1 equal to x2. അപ്പൊ നമുക്ക് എന്താണ് കിട്ടിയത്? g composition f of x1 equal to g composition f of x2 implies x1 equal to x2 എന്ന് കിട്ടി. അപ്പൊ ഈ g composition f എന്ന് പറയുന്നത് ഒരു 1 1 ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. സോ g composition f is 1 1. അപ്പൊ ഇത് 1 1 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. f is a function from a to b, g is a function from b to c. f ഉം g ഉം ഓൺ ടു ആണെന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ ചോദിച്ചത്? ജി കോമ്പോസിഷൻ f ഉം ഓൺ ടു ആയിരിക്കണം. f ഉം g ഉം ഓൺ ടു ആണെങ്കിൽ ജി കോമ്പോസിഷൻ f ഓൺ ടു ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. f എന്ന് പറയുന്നത് a എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് b യിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ജി എന്ന് പറയുന്നത് ഡിയിൽ നിന്ന് സിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ജി കോമ്പോസിഷൻ എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എ ടു സി. ജി ഓൺ ടു ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സെഡ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെന്റ് ഞാൻ ഈ സി എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ചൂസ് ചെയ്താല് എനിക്ക് അതിന് ഈ സെഡിന് ഒരു പ്രീ ഇമേജ് ബിയിൽ ഉണ്ടാവും. സെഡിന്റെ ഒരു വൈ എന്ന് പറയുന്ന പ്രീ ഇമേജ് ബിയിൽ ഉണ്ടാവും. ജി ഓഫ് വൈ ഈക്വൽ ടു സെഡ് ആയിട്ട്, അതായത് വൈന്റെ ഇമേജ് ആയിട്ട് ഈ സെറ്റിന് എനിക്ക് എഴുതാൻ പറ്റും. എഫ് എന്ന് പറയുന്നതും ഓൺ ടു ആണ്. എഫ് ഓൺ ടു ആണെങ്കിൽ ബിയിലുള്ള വൈക്ക് ഒരു പ്രീ ഇമേജ് എയിൽ ഉണ്ടാവും. എക്സ് എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് ഈ വൈ എന്താണ്? ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത ബിയിലുള്ള ഒരു എലമെന്റ് ആണ്. ഈ വൈക്ക് ഒരു പ്രീ ഇമേജ് എക്സ് എയിൽ ഉണ്ടാവും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആയിട്ട് എക്സിന്റെ ഇമേജ് ആയിരിക്കും ഈ വൈ. ഇനി ജി കോമ്പോസിഷൻ എഫ് ഒരു ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? സിയിലുള്ള ഈ സെഡ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി എലമെന്റിന് എയിൽ ഒരു പ്രീ ഇമേജ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സെഡ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ് ഇവിടെ? വൈ ആണ്. അപ്പൊ ഈക്വൽ ടു ജി ഓഫ് വൈ എന്ന് കിട്ടി. ജി ഓഫ് വൈ എന്താണ്? സെഡ് ആണ്. ഈക്വൽ ടു സെഡ്. അപ്പൊ ഇവിടെ എന്താ കിട്ടിയത്? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സെഡ് എന്ന് കിട്ടി. അതായത് സെഡിന്റെ പ്രീ ഇമേജ് ആണ് എക്സ്. സിയിലുള്ള സെഡിന്റെ പ്രീ ഇമേജ് ആണ് എക്സ്. ഈ എക്സ് എവിടെയുള്ള എലമെന്റ് ആണ്? എയിലുള്ള എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എയിൽ നിന്ന് സിയിലേക്കുള്ള ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് കിട്ടി? ഓൺ ടു ആണെന്ന് കിട്ടി. സോ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓൺ ടു.
ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസിൽ എഫും ജിയും 1 1 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെന്ന് കിട്ടി. അതുപോലെ എഫും ജിയും ഓൺ 2 ആണെങ്കിൽ ജി കോമ്പോസിഷൻ എഫും ഓൺ 2 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് തരികയാണ് ജി കോമ്പോസിഷൻ എഫ് 1 1 ആണ്. അങ്ങനെയാണെങ്കിൽ എഫും ജിയും 1 1 ആയിരിക്കും എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. നമുക്കതൊരു എക്സാമ്പിൾ വഴി നോക്കാം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് 1 2 3 4 ൽ നിന്ന് സെറ്റ് 1 2 3 4 5 6ലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 2 3 4 5 6 ൽ നിന്ന് സെറ്റ് 1 2 3 4 5 6ലേക്ക്. എഫ് എന്ന് പറയുന്നത് 1 2 3 4 ൽ നിന്ന് 1 2 3 4 5 6ലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 2 3 4 5 6 ൽ നിന്ന് 1 2 3 4 5 6ലേക്കുള്ള ഫംഗ്ഷൻ ആണ്. നമുക്കിവിടെ തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് ഫോർ ഓൾ എക്സ്. അതായത് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആയിരിക്കും, എഫ് ഓഫ് 2 ആണെങ്കിൽ 2 ആയിരിക്കും. 1 1നോടാണ് മാപ്പ് ചെയ്യുന്നത്, 2 2നോട്, 3 3നോട്, 4 4നോട്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് ഫോർ എക്സ് ഈക്വൽ ടു 1 2 3 4. 1 1നോട് റിലേറ്റ് ആണ്, 2 2നോട്, 3 3നോട്, 4 4നോട്. ജി ഓഫ് 5 ഈക്വൽ ടു ജി ഓഫ് 6 ഈക്വൽ ടു 5 ആണ്. 5ഉം 6ഉം 5നോടാണ് മാപ്പ് ചെയ്യുന്നത്. ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുമ്പോൾ സെറ്റ് 1 2 3 4 ൽ നിന്ന് 1 2 3 4 5 6ലേക്കുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ഫസ്റ്റ് നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 1. ജി ഓഫ് എഫ് ഓഫ് 1. എഫ് ഓഫ് 1 എന്താണ്? 1 1നോടാണ് റിലേറ്റ് ആവുന്നത്. അപ്പൊ എഫ് ഓഫ് 1 ഈക്വൽ ടു 1. ജി ഓഫ് 1. ജി ഓഫ് 1 ഈക്വൽ ടു 1 ആണ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 2. എഫ് ഓഫ് 2ന്റെ വാല്യൂ എന്താണ്? 2 ആണ്. ജി ഓഫ് 2 ഈക്വൽ ടു 2. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3 ഈക്വൽ ടു എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 3 ആണ്. G of 3 equal to 3. G composition f of 4 equal to G of f of 4 equal to f of 4 എന്താണ്? 4 ആണ്. അപ്പം G of 4. G of 4ന്റെ വാല്യൂ എന്താണ്? G of 4 equal to 4. 1 2 3 4. ഈ ഒരു സെറ്റിലുള്ള ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് എനിക്ക് കിട്ടുന്ന ഇമേജ് എന്താണ്? 1 2 3 4. അതായത് ജി കോമ്പോസിഷൻ എഫില് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഈ ഒരു സെറ്റിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് ഡിസ്റ്റിങ്ക്ട് ഇമേജ് ആണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? 1 1 ഫംഗ്ഷൻ ആയിരിക്കും. ഹിയർ ജി കോമ്പോസിഷൻ എഫ് ഈസ് 1 1. ഈ ഒരു എക്സാമ്പിളിൽ ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എഫും ജിയും 1 1 ആണോ എന്ന് നോക്കാം. എഫ് നോക്ക്, 1 2 3 4 എന്ന സെറ്റിൽ നിന്ന് സെറ്റ് 1 2 3 4 5 6ലേക്കാണ് എഫ് ഡിഫൈൻ ചെയ്തത്. ഈ ഒരു സെറ്റിലുള്ള ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് എനിക്ക് ഇവിടെ കിട്ടുന്ന ഇമേജും ഡിസ്റ്റിങ്ക്ട് അല്ലേ? 1ന്റെ ഇമേജ് 1 ആണ്, 2ന്റെ ഇമേജ് 2 ആണ്, 3ന്റേത് 3 ആണ്, 4ന്റേത് 4 ആണ്. അതായത് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സിന് ഡിസ്റ്റിങ്ക്ട് ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ എഫ് എന്താണെന്ന് കിട്ടി? 1 1 ആണെന്ന് കിട്ടി. എഫ് ഈസ് 1 1. ഇനി നമുക്ക് ജി 1 1 ആയിരിക്കുമോ എന്ന് നോക്കാം. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് 1 2 3 4 5 6 ൽ നിന്ന് സെറ്റ് 1 2 3 4 5 6ലേക്കാണ് ഡിഫൈൻ ചെയ്തത്. 1ന്റെ ഇമേജ് 1 ആണ്, 2ന്റേത് 2 ആണ്, 3 3ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നത്, 4ന്റേത് 4 ആണ്. 5ഉം 6ഉം നോക്ക്, 5ന്റെയും 6ന്റെയും ഇമേജ് 5 ആണ്. ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ആയ 5നും 6നും സെയിം ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പം ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കില്ല? 1 1 ഫംഗ്ഷൻ ആയിരിക്കില്ല. ജി ഈസ് നോട്ട് 1 1. ഇവിടെ എന്താ കിട്ടിയത്? ജി കോമ്പോസിഷൻ എഫ് 1 1 ആണെങ്കിൽ എഫ് 1 1 ആയിരിക്കും. പക്ഷെ ജി എന്താണ്? 1 1 ആവണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓൺ 2 ആണെങ്കിൽ എഫും ജിയും ഓൺ 2 ആയിരിക്കും എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. അത് നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് 1 2 3 4 ൽ നിന്ന് സെറ്റ് 1 2 3 4ലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ്. ജി എന്ന് പറയുന്നത് 1 2 3 4 ൽ നിന്ന് 1 2 3ലേക്ക് ഡിഫൈൻ ചെയ്ത വേറൊരു ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് 1 എന്താണ്? 1 ആണ്. എഫ് ഓഫ് 2 2 ആണ്. എഫ് ഓഫ് 3യും എഫ് ഓഫ് 4ഉം 3 ആണ്. 3യും 4ഉം 3യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്.
ജി ഓഫ് 1 ഈക്വൽ ടു 1, 1 1നോടാണ് മാപ്പ് ചെയ്യുന്നത്. ജി ഓഫ് 2 ഈക്വൽ ടു 2, 2 2 ആയിട്ട്. ജി ഓഫ് 3യും ജി ഓഫ് 4ഉം 3 ആണ്, 3യും 4ഉം 3 ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഇവിടെയുള്ള ജി കോമ്പോസിഷൻ എഫ് സെറ്റ് 1 2 3 4ൽ നിന്ന് സെറ്റ് 1 2 3ലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. നമുക്ക് ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 നോക്കാം. ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ ജി ഓഫ് എഫ് ഓഫ് 1, എഫ് ഓഫ് 1 എന്താണ്? 1 ആണ്. അപ്പൊ ജി ഓഫ് 1, ജി ഓഫ് 1 എന്താണ്? 1 1 ആയിട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ജി ഓഫ് 1 ഈക്വൽ ടു 1. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 2 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 2. എഫ് ഓഫ് 2 എന്താണ്? 2 ആണ്. ജി ഓഫ് 2, ജി ഓഫ് 2 2. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 3 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 3. എഫ് ഓഫ് 3യുടെ വാല്യൂ 3 ആണ്. അപ്പം ജി ഓഫ് 3, ജി ഓഫ് 3 എന്ന് പറയുന്നതും 3 ആണ്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. ഇനി ജി കോമ്പോസിഷൻ എഫ് ഓഫ് 4 ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് 4. എഫ് ഓഫ് 4 എന്താണ്? 4ഉം 3യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പൊ എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 3. ജി ഓഫ് 3 ഈക്വൽ ടു ജി ഓഫ് 3 എന്താണ്? 3 ആണ്. അതായത് ഈ ഒരു സെറ്റിലുള്ള എല്ലാ എലമെന്റിനെയും 1 2 3 ആ 3 എലമെന്റിനെയും എനിക്ക് ഈ സെറ്റിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ കിട്ടി. അപ്പൊ ഈ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. സോ ജി കോമ്പോസിഷൻ എഫ് ഈസ് ഓൺ ടു. ഇനി നമുക്ക് ജിയും എഫും ഓൺ ടു ആയിരിക്കും എന്ന് നോക്കാം. ഈ 1 2 3 ഈ 3 എലമെന്റിനെയും എനിക്ക് ഈ ഒരു സെറ്റിലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റുന്നില്ലേ? ജി ഈസ് ഓൺ ടു. ഇവിടെ ജി ഓൺ ടു ആണെന്ന് കിട്ടി. ഇനി എഫ് നോക്ക്. 1 2 3 4, 1 2 3 4 എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് 1 2 3 4 എന്ന് പറയുന്ന സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ ആണ് എഫ്. ഇവിടെ 1 2 3 ഈ 3 എലമെന്റിനെ ഈ എലമെന്റിലുള്ള 1 2 3 4ലുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാം. 1ന്റെ ഇമേജ് ആക്കിയിട്ട് ഈ 1നെ എഴുതാം, 2ന്റെ ഇമേജ് ആക്കിയിട്ട് 2നെ എഴുതാം, 3ന്റെ ഇമേജ് ആക്കിയിട്ട് 3നെ എഴുതാം. 4ന്റെ ഇമേജും 3 ആണ്. ഈ ഒരു സെറ്റിലുള്ള 4നെ നമുക്ക് 1 2 3 4 എന്ന് പറയുന്ന ഈ സെറ്റിലുള്ള എലമെന്റിന്റെ ഇമേജ് ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നില്ല. അതായത് ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റിനെയും ഇവിടെയുള്ള എലമെന്റിന്റെ ഇമേജിന്റെ ഫോമിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എഫ് എന്തല്ലെന്ന് കിട്ടി? എഫ് ഈസ് നോട്ട് ഓൺ ടു. ജി കോമ്പോസിഷൻ എഫ് ഓൺ ടു ആണെങ്കിൽ ജി ഓൺ ടു ആയിരിക്കും, എഫ് ഓൺ ടു ആവണമെന്നില്ല. ഇത്രയുമാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന ഭാഗത്ത് വരുന്ന ഡെഫിനിഷൻസും എക്സാമ്പിൾസും. ഇനി നമുക്കൊരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണെന്നാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.